നമസ്കാരം. നരേന്ദ്രമോദി വന്നുപോയി. അപ്പോൾ ചില സൈബർ സഖാക്കളും ചില ആളുകളൊക്കെ വി രാജേഷ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ കയറ്റിയില്ല, അതുപോലെ ശ്രീലേഖ മുൻ IPS ഉദ്യോഗസ്ഥ അവരെ മൈൻഡ് ചെയ്തില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ അതിന്റെ പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് PMO ആണ്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസാണ്. അത് പ്രകാരം ഉള്ള കാര്യങ്ങൾ അവിടെ നടന്നേ പറ്റൂ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം. എല്ലാവർക്കും അറിയാം. ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥ് അവർ പ്രധാനമന്ത്രിയുടെ പാദം തൊട്ട് വന്ദിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം തടയുകയും തുടർന്ന് ഇവരുടെ പാദം തൊട്ട് പ്രധാനമന്ത്രി വന്ദിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചിത്രവും വീഡിയോയും ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാം. അത് ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണം, ഒരു സ്ത്രീയെ എങ്ങനെ അംഗീകരിക്കണം, ഒരു സ്ത്രീ എന്നാൽ ആ സ്ത്രീ ശക്തി എന്നാൽ എന്താണ് എന്നുള്ള കാര്യം പ്രധാനമന്ത്രിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം അത് പലപ്പോഴും ചെയ്തിട്ടുമുണ്ട്. ഇതിനെ പ്രധാനമന്ത്രി ഒരു ജനപ്രതിനിധിയുടെ കാൽ തൊട്ട് വന്ദിച്ചു എന്തിനാണ്, ഒരു സ്ത്രീയുടെ കാലിൽ പിടിച്ചു എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ടും ചില ട്രോളുകളും ഒക്കെ കണ്ടു. അപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാം. ഇദ്ദേഹത്തിന്റെ പേര് പ്രശാന്ത് വാസുദേവ് നായർ എന്നാണ്. ഇദ്ദേഹം കേരള ടൂറിസത്തിന്റെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. കളിയാക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശാന്തിന്റെ പോസ്റ്റ്. പ്രശാന്ത് നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ് കേട്ടോ. തന്റെ പ്രസംഗത്തിന്റെ വിവർത്തനം പബ്ലിക് അനൗൺസ്മെന്റ് സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ട് സദസ്യർക്ക് ശരിക്കും കേൾക്കാനാകുന്നില്ല എന്ന് മനസ്സിലാക്കുകയും വിവർത്തകനോട് അത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതി, തന്നേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ ഒരു സ്ത്രീ തന്റെ കാൽ തൊട്ട് വണങ്ങുമ്പോൾ തിരിച്ചു പാദം തൊട്ട് വണങ്ങുന്ന ആ രീതി, ഒരാൾ ജനത്തിന്റെ ആരാധനാപാത്രമാകുന്നതിന് കാരണങ്ങൾ പലതാകാം. ചരിത്രത്തിൽ സ്റ്റാലിനും ഹിറ്റ്ലറും ഒക്കെ ചിലരുടെയെങ്കിലും ആരാധ്യ പുരുഷന്മാരാണെങ്കിൽ അല്ലെങ്കിൽ ആയെങ്കിൽ അതിനും കാരണമുണ്ട്. ഓരോ ആരാധനയ്ക്കും പിന്നിലെ കാരണമാണ് പ്രധാനം. ആ കാരണത്തിൽ മതം ആരോപിക്കാം, ജാതി ആരോപിക്കാം, വർഗീയത ആരോപിക്കാം, രാഷ്ട്രീയം ആരോപിക്കാം, എന്തും ആരോപിക്കാം. എന്തു തന്നെ ആയാലും ആരാധനയുടെ കാരണങ്ങൾ പ്രധാനമാണ്. ഞാൻ ഈ മനുഷ്യനെ ആരാധിക്കുന്നു, ഇതുവരെയും ഒരു കമന്റുമായി വരാത്ത പലരെയും പ്രതീക്ഷിക്കുന്നു. വേണ്ടാത്തത് ഒഴിവാക്കാൻ എനിക്കറിയാം, നിറയട്ടെ പോസിറ്റിവിറ്റി എമ്പാടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് പ്രശാന്ത് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആരാധനയ്ക്ക് പല കാരണങ്ങളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആരാധിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ചിത്രമെങ്കിലും കാണുമ്പോൾ ഹൃദയം കൊണ്ട് 1000 പൂക്കൾ മനസ്സിൽ വിടർത്തുന്ന എത്രയോ വിഭിന്ന രാഷ്ട്രീയക്കാരെ എനിക്ക് നേരിട്ടറിയാവുന്ന എത്രയോ പേരുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ല, പൂർണ്ണമായി എതിർപ്പാണ്. BJP എന്ന പാർട്ടിയോടും സംഘപരിവാർ പ്രസ്ഥാനങ്ങളോടും തീരാത്ത പകയാണ്. എന്നാലും നരേന്ദ്രമോദി എന്നത് ഒരു വികാരമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന പലരുമുണ്ട്. അതിന് കാരണങ്ങൾ പലതാകാം. ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഹിറ്റ്ലറെയും സ്റ്റാലിനെയും ഒക്കെ ആരാധിക്കുന്നവർ ഉണ്ടാകാം, താൻ ആ നെഗറ്റീവ് എഫക്റ്റിനെ ആരാധിക്കുന്നവർ ഉണ്ടാകാം. പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയെ ആരാധിക്കുന്നവർ തീർച്ചയായിട്ടും ഉണ്ട്. ഒരാളെ ആരാധിക്കുന്നതും ഒരാളെ വലിയ മനുഷ്യനായി മനസ്സിൽ കരുതുന്നതും ഈ ബഹുമാനവും സ്നേഹവും ഒക്കെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ആരാധന എന്ന് പറയുന്നത് കേട്ടോ. ആരാധന എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. എനിക്ക് ചെറിയ ആരാധനയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ പേര് വെറുതെ പറയാം. അദ്ദേഹത്തിന്റെ പേര് അഡ്വക്കേറ്റ് A. ജയശങ്കർ എന്നാണ്. എനിക്ക് അദ്ദേഹത്തോടൊരു ആരാധനയാണ്. ബഹുമാനവും സ്നേഹവും പരിചയവും എന്റെ സുഹൃത്തു കൂടിയാണ്. പക്ഷേ ആ മനുഷ്യൻ ശരിക്കും എന്റെ മനസ്സിൽ ഒരു ആരാധ്യ പുരുഷൻ തന്നെയായിട്ടാണ് കാണുന്നത്. അതെന്റെ വ്യക്തിപരമായ കാര്യം. എന്തായാലും എവിടെ സ്ത്രീ അംഗീകരിക്കപ്പെടുന്നുവോ, സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ, സ്ത്രീയെ കണക്കാക്കുന്നുവോ, സ്ത്രീക്ക് വേണ്ടി നിലപാടെടുക്കുന്നുവോ, അവിടെ ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന പഴയ ആപ്തവാക്യം ഇനി മനുസ്മൃതി എന്ന് പറഞ്ഞ് അതിനെ കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കുന്നില്ല. കാരണങ്ങൾ പലതാകാം. നരേന്ദ്രമോദിയോട് ആരാധന തോന്നാൻ ഇതുപോലെ അനവധി കാരണങ്ങൾ പലർക്കും ഉണ്ടാകാം. അതിലൊന്നു മാത്രമായിരിക്കാം ഇത് എന്നാണ് പ്രശാന്ത് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിൽ കുറിക്കുന്നത്.